വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം പഴഞ്ഞി ജെറുസലേം പെട്രോൾ പമ്പിന് മുമ്പിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കടവല്ലൂർ സ്വദേശി കല്ലായി വീട്ടിൽ 72 വയസ്സുള്ള ദാമോദരൻ, പഴഞ്ഞി സ്വദേശിനി കൊള്ളന്നൂർ വീട്ടിൽ 51 വയസ്സുള്ള അലീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ചിറക്കൽ ഭാഗത്തു നിന്നും പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ദാമോദരൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ പുറകിലെത്തിയ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇരിങ്ങാലക്കുടയിൽ മാധവനാട്യ ഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട കലോത്സവത്തിൽ ജപ്പാൻ വനിതയുടെ നങ്ങ്യാർകൂത്ത് അരങ്ങേറി. പന്ത്രണ്ട് ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവനാട്യ ഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിൽ മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയുടെ പൂതനാമോക്ഷം അരങ്ങേറി. 37ാമത് മഹോത്സവത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ പ്രോഗ്രാമായാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേറിയത്. കേരളീയ കലകളിലുള്ള താല്പര്യം കൊണ്ട് കഴിഞ്ഞ 6-7 വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയെത്തി നങ്ങ്യാർകൂത്ത് അഭ്യസിച്ചു വരുന്നു. ഇരിങ്ങാലക്കുടയിൽ വെച്ച് തന്നെയാണ് മിച്ചിക്കോയുടെ നങ്ങ്യാർകൂത്ത് അരങ്ങേറ്റവും നടന്നത്. മീഴാവിൽ കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം ഹരിഹരൻ, ഇടക്കിയിൽ കലാനിലയം ഉണ്ണികൃഷ്ണൻ, താളത്തിൽ ഗുരുകുലം ശ്രുതി എന്നിവരും പങ്കെടുത്തു. സരിത കൃഷ്ണകുമാറിന്റെ ശിഷ്യയാണ്. അനുഭവങ്ങൾ ആശ്വാസം പകരുമ്പോഴാണ് വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കാൻ കഴിയുന്നതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത ഭേദമന്യേ മുഴുവൻ ഭക്തർക്കും ഒരുപോലെ ആശ്വാസദായകമായ ആരാധനാലയമാണ് പെരുങ്ങോട്ടിക്കര കാനാടിക്കാവെന്നും തന്ത്രശാസ്ത്രത്തിലെ കാശ്മീര ശൈവ തന്ത്രത്തിന്റെയും കൗളാചാര പാരമ്പര്യത്തിന്റെയും ഒടുവിലത്തെ കണ്ണിയാണ് ഇപ്പോഴത്തെ മഠാധിപതിയായ ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ആസ ഗ്രൂപ്പ് MDയും ഇന്ത്യ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറുമായ CP സാലിഹ്, ICL ഫിൻകോർപ്പ് ചെയർമാൻ KG അനിൽകുമാർ എന്നിവർക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വം ക്ഷണിക്കുകയാണ്. തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് പറയുന്നതിൽ അതിശയമില്ല കേട്ടോ. ഞാൻ പറയാതെ തന്നെ വിഷ്ണുഭാരതീയ സ്വാമികൾ പൊന്നാട അണിയിച്ചു. ഗായകൻ മധു ബാലകൃഷ്ണൻ ശ്ലോകങ്ങൾ ആലപിച്ചു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്തഭാഗ്യം ജനാനാം. വിവിധ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ആതുരാലയങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും ചടങ്ങിൽ കുട്ടിച്ചാത്തൻകാവിന്റെ വകയായുള്ള സഹായധനങ്ങൾ കൈമാറി. CP സാലിഹ്, KG അനിൽകുമാർ എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. തുടർന്ന് പ്രേക്ഷകർക്ക് വിസ്മയം പകർന്ന സംഗീത രംഗത്തെ രാഗതാള പ്രതിഭകളായ പത്മശ്രീ ശിവമണി, സ്റ്റീഫൻ ദേവസി എന്നിവർ ചേർന്നൊരുക്കിയ ഫ്യൂഷൻ ഷോ അരങ്ങേറി. ഗായികമാരായ അമൃത സുരേഷ്, ഇന്ദുലേഖ വാര്യർ എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു.
സൈജു കാനാടി, ശൈലേഷ് കാനാടി, കൃഷ്ണരാജ്, ശ്രീകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഭദ്രൻ വടക്കുംപുറം, ശക്തിധരൻ നമശിവായൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ കിഴിപ്പുള്ളിക്കര നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവസുതനാശ്രയം നൽകി വാഴും കാവിനടയിൽ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജെപിയുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ തൃശൂരിൽ നരേന്ദ്രമോദി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.